ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ, പഴയ കാർഡ്ബോർഡ് പെട്ടികൾ, കീറിപ്പറഞ്ഞ തുണികളും ഷൂസുകളും തുടങ്ങിയ വേസ്റ്റുകൾ കൊണ്ട് ഫാഷൻ ലോകത്തെ ഞെട്ടിക്കാൻ പറ്റുമോ? പറ്റും. അതൊരു 15 വയസ്സുകാരന്. എത്യോപ്യക്കാരനായ കലവ് പൊട്ടിക്കുന്ന 15 വയസ്സുള്ള കുട്ടി ഫാഷൻ ഡിസൈനർ ദിവസങ്ങൾ കൊണ്ടാണ് ഒരു ബ്രാൻഡായി മാറിയത്. രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ല, ഭാഷയുടെ പ്രശ്നമില്ല, ബാക്ക്ഗ്രൗണ്ട് ചർച്ചയിലേ ഇല്ല. ചർച്ചയിലുള്ളത് കലവ് പൊട്ടിക്കും അവൻ്റെ കഴിവും മാത്രം. 5-6 ആഴ്ചകൾക്ക് മുൻപ് വരെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ചെറിയ കോണിലല്ലാതെ കലവ് പൊട്ടിക്കനെ കുറിച്ച് ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് അവൻ്റെ വീഡിയോകൾ ലോകമെമ്പാടും വൈറലാണ്. കലവ് പൊട്ടിക്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ കൗമാരക്കാരൻ റെക്കോർഡ് വേഗത്തിലാണ് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയത്. ഏത് വീഡിയോകൾക്കും പതിവായി മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്. മാത്രമല്ല ഫാഷൻ പേജുകളും മീം പേജുകളും ഒരുപോലെ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. സാധാരണയായി ഫാഷൻ വീഡിയോകൾ ശ്രദ്ധിക്കാത്തവർ പോലും കലവിൻ്റെ വീഡിയോകൾ കാണാൻ സമയം കണ്ടെത്തുന്നു. എന്തായിരിക്കും അതിന് കാരണം? പറയാം. കാരണം വളരെ ലളിതമാണ്. വലിയ ലാവിഷ് സ്റ്റുഡിയോയോ ബിഗ് പ്രൊഡക്ഷനോ ഒന്നുമില്ല. ഇറ്റ്സ് ലിറ്ററലി ജസ്റ്റ് ഹിം, ഹിസ് ക്രിയേറ്റിവിറ്റി. തൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലിൽ ഓരോ ലുക്കും കാണിക്കാൻ വേണ്ടി ഒരു മരപ്പലകയിൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പുള്ളി വീഡിയോകൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു റോ ആൻഡ് അൺഫിൽറ്റേർഡ് നേച്ചറാണ് ആളുകൾക്ക് ഇത്രയധികം ഇഷ്ടമാകുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ള ഓവർലി പോളിഷ്ഡ് വീഡിയോകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഓരോ ക്ലിപ്പും അനുഭവപ്പെടുന്നത്. ഇത്രയധികം ആളുകൾ ഈ കോണ്ടന്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനെല്ലാം പുറമെ അതിശയിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ആ വസ്ത്രങ്ങളും ഫുഡ്വെയർസും ആക്സസറീസും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ, പഴയ കാർഡ്ബോർഡ് പെട്ടികൾ, കീറിപ്പറഞ്ഞ തുണികൾ, ഉപയോഗശൂന്യമായ വയറുകൾ, ഷൂസുകൾ തുടങ്ങിയ മറ്റു പാഴ്വസ്തുക്കൾ എന്നിവ കൊണ്ടാണ്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ സാധനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുപോലെയുള്ള ട്രെൻഡുകളും ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോകളും കൊണ്ട് നിറഞ്ഞ സോഷ്യൽ മീഡിയ ലോകത്ത് പുട്ടിക്കിൻ്റെ വീഡിയോകൾ തികച്ചും വ്യത്യസ്തമാണ്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരാളുടെ ശ്രദ്ധ ആകർഷിക്കാൻ സെക്കൻഡുകൾ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ പുട്ടിക്കിൻ്റെ വീഡിയോകൾ തുടക്കം മുതൽ ഒടുക്കം വരെയും കൗതുകം നിലനിർത്തുന്നു. ഒരു മികച്ച ഡിസൈനർ വസ്ത്രം എന്ന് കരുതി നോക്കുന്നവൻ്റെ കൺമുന്നിൽ അതൊരു വേസ്റ്റ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഈ വീഡിയോകളെ ഇത്രയധികം പ്രിയപ്പെട്ടതാക്കുന്നത്. എന്നാലും ഇതിലൊക്കെ രസം മറ്റൊരു കാര്യമാണ്. കലുവിൻ്റെ വീഡിയോ വൈറലായതോടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ പേജ് തന്നെ ഒരു കമൻറ്റുമായി എത്തി. നിങ്ങളെ ഞങ്ങളുടെ പേജിൽ ഫീച്ചർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, DM നോക്കുമെന്ന്. പക്ഷേ എവിടെ? കലു അത് കണ്ട ഭാവം പോലും നടിച്ചില്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ ആ കമൻറ്റിന് മാത്രം കിട്ടിയത് 23 ലക്ഷം ലൈക്കുകളാണ്. ഇൻസ്റ്റഗ്രാമിനെ പോലും ഗൗനിക്കാത്ത കലുവിൻ്റെ ആറ്റിറ്റ്യൂഡ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ആ കമൻറ്റ് നോക്കുമ്പോൾ അത് കാണുന്നില്ല കേട്ടോ. ഇൻസ്റ്റഗ്രാമിനെ മൈൻഡ് ആക്കാത്തതുകൊണ്ട് അവർ അത് കളഞ്ഞതാണോ എന്ന് അറിയില്ല. എന്തായാലും കലുവിൻ്റെ കയ്യിൽ കുറേ ഫേക്ക് ഐഡീസും ഫേക്ക് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഗൂച്ചിയുടെയും ലൂയി വീട്ടിൻ്റെയൊക്കെ റൺവേസിൽ കലു പങ്കെടുത്തു എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് വന്നിരുന്നു. പക്ഷേ അതൊക്കെ AI ക്രിയേറ്റഡ് വീഡിയോസ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കലവ് പൊട്ടിക്സിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രസകരമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഭാവിയിൽ അത്തരത്തിലുള്ളൊരു ബ്രാൻഡ് കാണാൻ പറ്റുമോ എന്നത്. അങ്ങ് എത്യോപ്യയിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മൾ കളയുന്ന വേസ്റ്റ് എത്ര മനോഹരമായാണ് അവർ മറ്റൊരു വസ്തുവാക്കി മാറ്റുന്നത് അല്ലേ? കലുവിൻ്റെ വീഡിയോ കണ്ട് ആഹാ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് ഇങ്ങനെ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം വലിയ ലക്ഷ്വറിയൊന്നും ഇല്ലാതെ തന്നെ സർഗാത്മകത കൊണ്ട് ലോകം കീഴടക്കാമെന്ന് ആ 15കാരൻ തെളിയിക്കുകയാണ്.